ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ഏർപ്പാടാക്കിയതിന് ശേഷം ഗീതുവിന് സംരക്ഷകനായിട്ട് നമ്മുടെ അജാസ് പിന്തുടരുന്നു. പക്ഷെ ഗീതുവിൻ്റെ നോട്ടത്തിൽ ഗീതുവിനെ കൊല്ലാനെത്തിയ ഒരു വ്യക്തിയായിട്ടാണ് അജാസിനെ കാണുന്നത്. എന്തിനാണ് തന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത് അല്ലെങ്കിൽ പേടിപ്പിക്കുന്നത്? ഒറ്റയടിക്ക് ഒന്ന് വന്ന് വണ്ടി കയറ്റിയിട്ട് കൊന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ ചോദിക്കുമ്പം അജാസ് ഒരു ചിരിയോടുകൂടി അതിനെ ഏറ്റെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഗീതു അങ്ങ് പോയി. പിന്നെ നമ്മുടെ അജാസ് വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഗീതു പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുക. അതിനുശേഷം വേഗം തന്നെ ഗോവിന്ദനെ ഫോണിൽ വിളിച്ചു. ഞാൻ ഗീതു മേഡത്തിനെ ഫോളോ ചെയ്യുകയായിരുന്നു എന്നും ഗീതു മേഡം എന്നെ കണ്ടുവെന്നും അതിനുശേഷം ഗീതു മേഡം ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ ആ രീതിയിലൊക്കെ പറഞ്ഞോട്ടെ, കാരണം അവളുടെ മനസ്സിൽ നിറയെ വേറെ ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ അവൾ പറയുന്ന കാര്യങ്ങളൊന്നും കാര്യമാക്കി എടുക്കരുത് അജാസ് എന്നും പറഞ്ഞ് ഗോവിന്ദൻ അജാസിനോട് പറയാം. അപ്പോൾ സാർ അതെന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, മേഡത്തിൻ്റെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് നന്നായി മനസ്സിലാകും, അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നും പറഞ്ഞ് അജാസ് പറയാം. അപ്പോൾ അജാസ് അത് പറയുന്നത് കേട്ടപ്പോൾ ഗോവിന്ദനും സമാധാനമായി. കാരണം അജാസിന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കൺവിൻസിങ് ആവുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരിത്. അങ്ങനെ നമ്മുടെ ഗീതു എന്ത് ചെയ്തു, നേരെ പോകുന്നത് വിജയലക്ഷ്മി മേഡത്തിനെ കാണാനായിട്ടാണ്. അപ്പോൾ ഗീതു പോകുന്നത് അവിടെ വിജയലക്ഷ്മി മേഡം വിളിച്ചു പറഞ്ഞനുസരിച്ച് ഒരു ജോത്സ്യർ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ച് നോക്കി നമ്മുടെ ഗോവിന്ദൻ്റെ ഇപ്പോഴത്തെ ഗ്രഹനിലയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്തായാലും ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നമ്മുടെ ഗീതു പോയി നടത്താനായിട്ട് തീരുമാനിച്ചു. ഇതേ സമയത്ത് നമ്മുടെ ഗീതു ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഗീതുവിനെ കണ്ടപ്പോഴേക്കും വിജയലക്ഷ്മി മേഡം വേഗം ഇറങ്ങി വന്നു, ഗീതുവിനെ അകത്തേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് നമ്മുടെ ഗോവിന്ദൻ്റെ ഗൃഹനിലയൊക്കെ കൊടുത്തു. അതിനുശേഷം അദ്ദേഹം അവിടെ ഇങ്ങനെ കബഡിയൊക്കെ നിരത്തി നോക്കുന്നു. അങ്ങനെ കബഡി നിരത്തി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ്റെ ഇപ്പോഴത്തെ ആ ഒരു സമയം വളരെ മോശമാണെന്നും ഗോവിന്ദന് മരണം വരെ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഗോവിന്ദൻ ഇപ്പോൾ കടന്നു പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരൻ വളരെയേറെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗീതു ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷനായിട്ടോ അത് ഞെട്ടിപ്പോയി. കാരണം ഗോവിന്ദന് മരണം സംഭവിക്കൂ എന്നുള്ളൊരു, അപ്പോൾ അതൊരു വലിയ രഹസ്യം അല്ലെങ്കിൽ വലിയൊരു സത്യം തന്നെയാണല്ലോ ഗീതുവിൻ്റെ മുന്നിൽ തെളിയുന്നത്. പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഗോവിന്ദനെക്കുറിച്ചുള്ള ഒരു വലിയ സത്യം കേട്ടതും നമ്മുടെ വിജയലക്ഷ്മി മേഡവും ഞെട്ടി. കാരണം അദ്ദേഹം പറഞ്ഞതെല്ലാം അച്ചിട്ടായ കാര്യങ്ങളാണ്, ഇപ്പോൾ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗീതുവിനത് ടെൻഷൻ കൂടി. അപ്പോൾ ഗീതുവിനോട് അദ്ദേഹം പറഞ്ഞു, ശത്രുക്കളെന്ന് പറയുന്നത് പുറമേ ഉള്ള ഒരാളല്ല, കൂടെയുള്ള ആളാണെന്നും അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെയുള്ള ആളാണെന്നും അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കണമെന്നും ഈ നക്ഷത്രക്കാരനോട് വളരെയേറെ ശ്രദ്ധാലുവായിട്ടിരിക്കണമെന്നൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനോട് ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ആണെങ്കിൽ ആകെ വല്ലാതെ. ഇപ്പോൾ ഗീതുവിന് അറിയാനുള്ള സംശയങ്ങളെല്ലാം ഗീതു ചോദിച്ചു മനസ്സിലാക്കി. വിജയലക്ഷ്മി മേഡം ആണെങ്കിലും ആ ഒരു ഇത് വളരെ വിഷമത്തോടു കൂടി നിൽക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് സ്വാമി ഇതെല്ലാം നോക്കി വെച്ചങ്ങ് പോയി. അത് കഴിഞ്ഞ് ഗീതു വിജയലക്ഷ്മി മേഡവും കൂടെ നിന്ന് സംസാരിക്കുമ്പോൾ രാധികയെക്കുറിച്ചും വരുണിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ, അത് കഴിഞ്ഞ് അജാസ് ഗീതുവിനെ ഫോളോ ചെയ്ത കാര്യങ്ങളും എല്ലാം ഗീതു വിജയലക്ഷ്മി മേഡത്തിനോട് പറഞ്ഞു. അപ്പോൾ ഗോവിന്ദൻ്റെ ജീവൻ എന്നതുപോലെ തന്നെ നിൻ്റെ ജീവിതവും വളരെയേറെ അപകടത്തിലാണെന്നും വളരെയേറെ സൂക്ഷിക്കണമെന്നുള്ള കാര്യങ്ങളും പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു, എൻ്റെ ജീവൻ എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഗോവിന്ദേട്ടന് ഒരു ആപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ലെന്നും അതിന് തടയിട്ടേ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ എന്ത് സംഭവിച്ചാലും കണ്ണേട്ടനോട് കാര്യങ്ങളൊക്കെ പറയണം, കണ്ണേട്ടൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കണ്ണേട്ടനോട് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും നീ അത് കണ്ണനോട് പറയരുത്, കാരണം നീ അങ്ങനെ പറഞ്ഞാൽ അവൻ അത് വിശ്വസിക്കില്ല, മറിച്ച് അവന് നിന്നോട് ദേഷ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞു വിജയലക്ഷ്മി മേഡം. എന്നെ വെറുക്കുകയാണെങ്കിൽ വെറുത്തോട്ടെ, എന്നോട് ദേഷ്യമാണെന്നുണ്ടെങ്കിൽ അതും ആയിക്കൊള്ളട്ടെ, പക്ഷേ കണ്ണേട്ടനെ അങ്ങനെ ദുരിതത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലെന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ തറപ്പിച്ചു പറയാം. എന്തായാലും അവിടെ നിന്ന് നമ്മുടെ ഗീതു ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ അങ്ങ് പോരുന്നു. അപ്പോൾ മേഡവുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കുറച്ചങ്ങ് നീങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അജാസിൻ്റെ അതേ വണ്ടി നമ്മുടെ ഗീതുവിനെ ഫോളോ ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ ഗീതു വണ്ടി വീണ്ടും കൊണ്ടുവന്ന് നിർത്തിയിട്ട് അജാസിൻ്റെ അടുത്തേക്ക് ചെന്നു. അജാസ് അന്നേരത്തേക്ക് ഒരു ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഗീതു എങ്ങോട്ട് പോയാലും അവിടെ എല്ലാം അജാസുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എന്താ, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയാനായിട്ട് നിങ്ങളുടെ രാധികാമ്മ നിങ്ങളെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ, രാധിക മേഡം എന്ന് ചോദിച്ചു ഗീതു. അതിപ്പം ഗീതു മേഡത്തിനോട് പറയാൻ എനിക്ക് പറ്റില്ല. ഗീതു മേഡത്തിനെ ഫുൾ ടൈം വാച്ച് ചെയ്യുക അല്ലെങ്കിൽ കെയർ ചെയ്യുക എന്നുള്ളതൊരു ഡ്യൂട്ടിയാണ് എനിക്കുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. കൂടുതൽ അജാസിൻ്റെ മുന്നിൽ നാടകമൊന്നും കളിക്കൊന്നും വേണ്ട, എന്നെ കെയർ ചെയ്ത് എപ്പോഴാണ് കൊല്ലുന്നത് എന്നുകൂടി പറഞ്ഞാൽ ഒന്ന് സന്തോഷമായേനെ. നിങ്ങളൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും നിങ്ങളൊക്കെ ഏതൊക്കെ രീതിയിൽ തലകുത്തിക്കിടന്ന് പരിശ്രമിച്ചാലും എൻ്റെ കണ്ണേട്ടനെ തൊടാൻ നിനക്കൊന്നും ആവില്ല എന്നും പറഞ്ഞു. കണ്ണേട്ടൻ്റെ ജീവന് ഒരു മുള്ളു പോലും കൊള്ളാൻ ഞാൻ
ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വീണ്ടും ഈ കാര്യങ്ങൾ ഇങ്ങനെ അജാസിനോട് പറയാം. അപ്പോൾ ഗീതുവിന് നമ്മുടെ ഗോവിന്ദനോടുള്ള ഒരു ആത്മാർത്ഥതയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത് യാഥാർത്ഥ്യമാണെന്നും ഇത് സത്യസന്ധമായ ഒരു കാര്യമാണെന്നൊക്കെ അജാസിന് മനസ്സിലായി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗീതു അജാസും കൂടെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അജാസ് വീണ്ടും ഗോവിന്ദനെ വിളിച്ച് ഗീതു ഇന്നടുത്ത് കയറിയിരുന്നു. അതിനുശേഷം ഇപ്പം നേരെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഗോവിന്ദൻ പറഞ്ഞു, ശരി അജാസ് എന്നാൽ ഫോൺ കട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഗീതുവിനെ ഓഫീസ് വരെ കൊണ്ടുവന്ന് വിട്ടു. അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരം എല്ലാം കഴിഞ്ഞ് ഇവരെ പിരിയുകയും ചെയ്തു. നമ്മുടെ ഗീതു നേരെ കമ്പനിയിലേക്കാണ് ചെല്ലുന്നത്. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ്റെ അരികിലേക്ക് ചെന്നു. അപ്പോൾ ഈ തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞതെല്ലാം കേട്ട് ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാണല്ലോ ഗീതു കയറി ചെല്ലുന്നത്. അപ്പോൾ ഗീതു കയറി ചെന്ന സമയത്ത് ഗോവിന്ദൻ ഗീതുവിനോട് ചോദിച്ചു, നീ എവിടെ പോയതായിരുന്നു എന്ന്. എവിടെ പോയതാണെന്ന് ചോദിച്ചപ്പം ഗോവിന്ദനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം എനിക്കൊന്നും സംസാരിക്കാനുള്ള ടൈം അല്ല എന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടേ പറ്റൂ, അതിന് മറ്റൊരു സമയം ഇനി മാറ്റി വയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അജാസ് എന്നെ ഫോളോ ചെയ്യുകയായിരുന്നു എന്നും, അപ്പോൾ അജാസാണ് എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ അജാസിനെ ദൗത്യമേൽപ്പിച്ചവർ പറഞ്ഞനുസരിച്ചാണ് അജാസ് മുന്നോട്ട് പോകുന്നതെന്നും അതനുസരിച്ച് അജാസിനോട് എന്നെ കൊല്ലാൻ പറയുന്ന നിമിഷം അജാസ് എന്നെ കൊല്ലുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അജാസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അജാസിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ഗോവിന്ദ് പറയുമ്പോൾ, കൂടെ നിൽക്കുന്നവരുടെ കാര്യത്തിൽ കണ്ണേട്ടൻ ഈ കാണിക്കുന്നത് അതിബുദ്ധിയാണെന്ന് പറഞ്ഞു. കൂടെ നിൽക്കുന്നവരെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് കണ്ണേട്ടന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണെന്നും ആ അബദ്ധവുമായിട്ട് കണ്ണേട്ടൻ മുന്നോട്ട് പോയാൽ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യവും ഗീതു പറയാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം, കൂടെ നിൽക്കുന്നവരെ വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ച് വേണം മുന്നോട്ട് പോകാനെന്നൊക്കെ ഗീതു പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ഗീതു ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ്റെ മുഖമൊക്കെ വല്ലാതായി. കാരണം ഗീതു അത്രത്തോളം ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടുകൂടി സംസാരിക്കുന്നു. അപ്പോഴും ഗീതു ഇങ്ങനെ അമ്മയോടുള്ള തെറ്റിദ്ധാരണ കൊണ്ട് സംസാരിക്കുന്നതാണെന്നാണ് ഗോവിന്ദൻ വിചാരിക്കുന്നത്. പക്ഷേ ആ ഭാഗത്ത് ശരിയുണ്ടെന്ന് ഗോവിന്ദൻ അറിയാമെങ്കിലും രാധികാമ്മ ഒരിക്കലും തന്നെ ചതിക്കില്ല. അപ്പോൾ വിജയലക്ഷ്മി മേഡം പറഞ്ഞു കൊടുത്തു വിട്ടിരിക്കുന്ന കഥകൾ അനുസരിച്ചാണ് ഗീതു ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ളൊരു ധാരണയാണ് ഈ പറയുന്ന നമ്മുടെ ഗോവിന്ദന്. അപ്പോൾ കണ്ണേട്ടൻ എൻ്റെ ജീവനിൽ ആ ഒരു പേടിയുള്ളതുപോലെ തന്നെ എനിക്കും കണ്ണേട്ടൻ്റെ ജീവനിൽ പേടിയുണ്ടെന്നും ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് കണ്ണേട്ടൻ അറിയാവോ എന്നും ചോദിച്ച് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഗീതു പറയാം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഗോവിന്ദനും വല്ലാതായി. കാരണം മരണം ഗോവിന്ദനെയും തേടി നടക്കുകയാണെന്ന് കേട്ട് കഴിഞ്ഞപ്പം. അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരും മരിക്കേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവിൽ ഗോവിന്ദനും അതുപോലെ തന്നെ ഗീതുവും നിൽക്കുന്നു. ആ ഒരു സാഹചര്യങ്ങളും അങ്ങനെയുള്ള വിശേഷങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.